എനിക്ക് എൻ്റെ ശരീരം ഇഷ്ടമാണ്. എനിക്ക് എൻ്റെ കെട്ടിയവനെ മാത്രം ബോധിപ്പിച്ചാൽ മതി. എനിക്ക് നാട്ടുകാരെ ആരെയും ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല. തടി കുറക്കണം എന്ന് പറഞ്ഞ ഒരു ഉപദേശമായിട്ട് എടുത്താൽ മതിയല്ലോ. അത് ശരിക്കുള്ളൊരു കാര്യമാണല്ലോ. സ്ത്രീയോട് ഇങ്ങനെ പബ്ലിക്കായിട്ട് ചോദിക്കാന്നുള്ളത് ശരിയുള്ള കാര്യമല്ല. പബ്ലിക്കായിട്ട് നാലാളുടെ മുമ്പിൽ എന്ന് പറയുമ്പോൾ നമുക്കത് വളരെ മോശമായിട്ട് തന്നെ ഫീൽ ചെയ്യുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു കുഞ്ഞു രീതിയിലുള്ള പീഡനം പോലെയാണ്. ഒരാളുടെ മനസ്സിനെ വളരെയധികം വേദനിപ്പിക്കുന്ന ഒരു കാര്യം നമ്മൾ ചെയ്യണേ. കാരണം എനിക്ക് വണ്ണമുള്ള ആളാണ്. അപ്പോൾ എനിക്ക് അതിൻ്റെ ഒരു വിഷമം എന്തായാലും മനസ്സിലാവും. എന്നോട് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് ഇതുപോലെ വണ്ണം കുറയ്ക്കണം, ഭയങ്കര വണ്ണമാണ്, എങ്ങനെയാണ് നടക്കണേ പിടിക്കണേ എന്നൊക്കെ എന്നോട് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വിഷമം എനിക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ ഒരാൾക്ക് വണ്ണം ഉണ്ടോ അത് അവരുടെ ഇഷ്ടമാണ്. എനിക്ക് എൻ്റെ ശരീരം ഇഷ്ടമാണ്. എനിക്ക് എൻ്റെ കെട്ടിയവനെ മാത്രം ബോധിപ്പിച്ചാൽ മതി. എനിക്ക് നാട്ടുകാരെ ആരെയും ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ആരെയും കളിയാക്കേണ്ട ഒരു ആവശ്യമില്ല. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. അങ്ങനെ ചോദിക്കുന്നവരോട് അവരുടെ കാര്യം ആദ്യം നോക്കട്ടെ. അവരെങ്ങനെ ഇരിക്കണേ, അവരുടെ ഫാമിലി എങ്ങനെയാണെന്ന് അവരാദ്യം നോക്കട്ടെ. മറ്റുള്ളവരുടെ കാര്യം നോക്കേണ്ട ഒരു ആവശ്യമില്ല അവർക്ക്. തടി കുറക്കണം എന്ന് പറഞ്ഞ ഒരു ഉപദേശമായിട്ട് എടുത്താൽ മതിയല്ലോ. അത് ശരിക്കുള്ളൊരു കാര്യമാണല്ലോ. തടി കുറക്കണമല്ലോ, നമുക്ക് ആവശ്യത്തിൽ കൂടുതൽ തടി. അതല്ലാണ്ട് അതിൽ ബോഡി ഷെയ്മിങ് എന്ന് പറഞ്ഞിട്ട് എന്താ അതിൽ ഷെയ്മ് തോന്നേണ്ട ആവശ്യം എന്നാണ് ഞാൻ ചിന്തിക്കണത്. മറ്റുള്ള എനിക്ക് അതിനെപ്പറ്റി കൂടുതലായിട്ട് അറിയില്ല. അത് ഓരോരുത്തരുടെ പേഴ്സണൽ ചോയ്സാണ്. നമ്മൾ അതിനകത്ത് അഭിപ്രായം പറയേണ്ട ആവശ്യമില്ല. അല്ല, അതെ അതെ, അതൊക്കെ നമ്മൾ ഓരോരുത്തരുടെ ഇഷ്ടമാണല്ലോ. തടി കുറയ്ക്കണോ കുറയ്ക്കണ്ടേ എന്നൊക്കെ. തടി കുറയ്ക്കുക എന്നല്ല, ഇവരുടെ പ്രസ് മീറ്റിങ്ങിൽ വെച്ചിട്ട് പറഞ്ഞത് ഇവരെ നായകൻ എടുക്കുന്ന സീനിൽ എത്ര വെയിറ്റ് ഉണ്ടെന്നുള്ളൊരു ചോദ്യമാണ്. അത് തികച്ചും അനാവശ്യമാണ്. അപ്പോൾ നടി ഗൗരി കിഷൻ പറഞ്ഞത് അത് ഇതല്ല ജേർണലിസം എന്നുള്ള രീതിയിലാണ്. അപ്പോൾ അവരുടെ നിലപാട് കറക്റ്റാണ്. കാരണം നമ്മൾ അങ്ങനെയുള്ള ചോദ്യങ്ങളല്ലല്ലോ അവിടെ ചോദിക്കുന്നത്. അവരുടെ അഭിനയവുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളായിരുന്നു ചോദിക്കേണ്ടതെന്നാണ് എനിക്ക് തോന്നുന്നത്. തടി കുറക്കുന്ന ഓരോരുത്തരുടെ വ്യക്തിപരമായ കാര്യങ്ങളല്ലേ. അത് ആരും അതിനകത്ത് ഇടപെടുന്നതിന് വലിയ കാര്യങ്ങളൊന്നുമല്ല. സ്ത്രീ ആയാലും പുരുഷനായാലും അവരവരുടേതായ ബോഡി ഷേപ്പൊക്കെ ഉണ്ടാക്കുന്നതിൽ അത് വ്യക്തിപരമായ കാര്യങ്ങളാണ്. അത് തെറ്റായതല്ലേ. അതെന്ന് പറഞ്ഞാൽ ഓരോരുത്തരുടെ ഇതിലേക്ക് നമുക്ക് കൈകടത്തേണ്ട ആവശ്യമില്ലല്ലോ. ബോഡി ഷെയിം ചെയ്യാൻ പാടില്ല എന്ന് തന്നെയാണ് നമ്മുടെ അഭിപ്രായം. അത് പബ്ലിക്കായിട്ട് നിൽക്കുമ്പോൾ അത് സ്ത്രീയോട് ഇങ്ങനെ പബ്ലിക്കായിട്ട് ചോദിക്കാന്നുള്ളത് ശരിയുള്ള കാര്യമല്ല. അത് നമുക്കതിൽ താല്പര്യമില്ല. അത് ചെയ്യാൻ പാടില്ല എന്നാണ് അഭിപ്രായം. ബോഡി ഷേവിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ മോശമായൊരു സംഭവം തന്നെയാണെന്നാണ് എന്നെ പോലുള്ള ഒരാൾക്ക് പറയാനുള്ളത്. കാരണം ഒരു ബോഡി ഷേവിങ് ഫീൽ ചെയ്യും നമുക്കിപ്പോൾ തടി കൂടി എന്നുള്ളത് പബ്ലിക്കായിട്ട് നാലാളുടെ മുമ്പിൽ എന്ന് പറയുമ്പോൾ നമുക്കത് വളരെ മോശമായിട്ട് തന്നെ ഫീൽ ചെയ്യുന്നത്. അപ്പോൾ അതൊരു മനുഷ്യരെ തളർത്തുകയും അങ്ങനൊരു സമൂഹം ചെയ്യുന്നതിനോട് ഒരിക്കലും യോജിക്കുന്നില്ല. അതാണ് എൻ്റെ അഭിപ്രായം. പിന്നെ ഓരോരുത്തർ ഫുഡ് കഴിച്ചിട്ടും വരും അല്ലാതെയും വരുന്നതുകൊണ്ടല്ലോ. അപ്പോൾ അവർ കളിയാക്കണത് തെറ്റാണ്. അങ്ങനെ ചോദിക്കാൻ പാടില്ല അങ്ങനെ പൊതുവായിട്ട്. ഇപ്പോൾ പൊതുവായിട്ട് എല്ലാവരും പറയുന്ന ഒരു കേസാണ് ഈ വണ്ണം കൂടുന്നത്, തടി, പിന്നെ അതുപോലെ തന്നെ ഹൈറ്റ് വരുമ്പോഴത്തേനും കൂന് വരുന്നത്. ഇപ്പോൾ എനിക്ക് തന്നെ കണ്ടോ, പുറത്തേക്ക് വരുമ്പോഴത്തേനും ചെറുതായിട്ടൊരു വളവുണ്ട്. കാരണം ഈ കുഞ്ഞിലെ തൊട്ട് ഈ പൊക്കം കൂടിപ്പോയി എന്നൊരു ഇതുണ്ടായതുകൊണ്ട് ചെറുതായിട്ട് ഇച്ചിരി വളഞ്ഞ് കടന്നുപോയി. അപ്പം നമ്മളിപ്പോൾ എവിടെയെങ്കിലും പണിയാൻ പോകുമ്പോഴാണ് ഇപ്പോൾ ഒരാളുടെ ഫ്രണ്ടിൽ പോയി കുനിഞ്ഞിക്കേണ്ട ഒരു അവസ്ഥയാണ്. അതൊക്കെ മാറണം. ഒരാളെ ഇങ്ങനെ നമ്മൾ ഈ ഹറാസ് ചെയ്യുന്നതിന് തുല്യമാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു കുഞ്ഞു രീതിയിലുള്ള പീഡനം പോലെയാണ്. ഒരാളുടെ മനസ്സിനെ വളരെയധികം വേദനിപ്പിക്കുന്ന ഒരു കാര്യം നമ്മൾ ചെയ്യണേ. അങ്ങനെ ചെയ്യുന്നതിനോട് ഞാൻ യോജിക്കുന്നില്ല. അത് വളരെയധികം തെറ്റുമാണ്. ബോഡി ഷെയിം ഒരാളെ ചെയ്യുന്നത് തെറ്റായിട്ടുള്ള കാര്യം. അയാളുടെ ഇഷ്ടമായ അയാളുടെ ബോഡി അത് എങ്ങനെ കൊണ്ടുപോകണമെന്നുള്ളത്. അതിപ്പം ഒരാളെ പറ്റി പറയുന്നത് വണ്ണം ഉള്ളത് വണ്ണം ഇല്ലാത്തത് ഓരോ ഹെൽത്ത് ഇഷ്യൂസ് കൊണ്ടാവാം, അല്ലാതാവാം. അത് ബോഡി ഷെയിം ചെയ്തത് തെറ്റായിട്ടുള്ളൊരു കാര്യമാണ്.